ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് പൈതൽമല വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഈ പൈതൽമല എൻട്രി ഗേറ്റിലേക്ക് നടന്നു കാണുന്നതാണ് പൈതൽമല ടിക്കറ്റ് കൗണ്ടർ. ഇതിലുകൊണ്ട് വേണം എൻട്രൻസിലേക്ക് പോകാൻ. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇവിടുന്ന് ഇങ്ങനെ ട്രക്കിങ് ആരംഭിച്ചു. പൈതൽമല എന്ന് പറയുന്നത് 1372 മീറ്റർ മുകളിലാണ് സീ ലെവലായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ. പിന്നെ ഇവിടത്തേക്ക് തലപ്പുറം വന്ന് 38 കിലോമീറ്റർ ഏകദേശം പോകാനുണ്ട്, എന്നാലേ ഈ ഗേറ്റ് വരെ എത്തും. പിന്നെ ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആകുന്നത് രാവിലെ 9 മണിക്കാണ്. 5 മണി വരെ നമുക്ക് കയറാം. 5 മണിക്ക് നമ്മൾ തിരിച്ചിറങ്ങുന്ന ലെവലിലാണ് അവർക്ക് നമ്മളെ വിടാൻ. 3 മണിയാകുമ്പോൾ പിന്നെ എനിക്ക് കയറ്റാൻ സാധ്യതയില്ല. 3 മണിക്ക് ശേഷം പക്ഷേ തിരിച്ച് വരണ്ടല്ലേ, 5 മണിയാകുമ്പോഴത്തേക്ക് തിരിച്ച് വരണം. അപ്പോഴത്തേക്ക് അവർ ക്ലോസ് ചെയ്യും. 5 മണിക്ക് ഒരു ഗേറ്റ് ക്ലോസ് ചെയ്യും. പിന്നെ അവിടെ പോലീസുകാരും ഫോറസ്റ്റ് ടീമുണ്ട്. അങ്ങനെ പോകുന്ന ഓരോ ഏരിയയിൽ ഇടയ്ക്കിടയ്ക്ക് ഫോറസ്റ്റുകാർ ഹട്ട് ഇട്ടിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിക്ക് എന്തെങ്കിലും വൈൽഡ് ആനിമൽസ് എന്തെങ്കിലും വരുമെന്ന് വെച്ചിട്ട്. പിന്നെ ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് വെച്ചാൽ പെർ ഹെഡ് 70 റുപ്പീസാണ്. അത് ക്യാഷ് എടുക്കില്ല, ഗൂഗിൾ പേ മാത്രമേ എടുക്കൂ. നമ്മളിങ്ങനെ ഫുൾ കാടാണ്, കാട്ടിലൂടെ നല്ല ട്രക്കിങ്. നമ്മൾ പോയ ദിവസം അത്ര മഴയൊന്നും ഉണ്ടായിട്ടില്ല, ചെറിയ ചൂടുണ്ടായിന്. അത് ചെറുങ്ങനെ വിയർക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ട്രക്കിങ് ചെയ്യുന്നിടക്ക്. പക്ഷെ ഇടയ്ക്ക് ചെറിയൊരു കാറ്റ് വരും, പക്ഷെ എന്നാലും അത്ര തണുപ്പുണ്ടായിട്ടില്ല ആ ടൈം. വഴിയെന്ന് വെച്ചാൽ കുറച്ച് നടക്കുമ്പോൾ കുറച്ച് നല്ല വഴിയാണ്, പിന്നീട് കല്ലും പാറയൊക്കെ ഉള്ള വഴിയാണ്. കുറച്ച് ബുദ്ധിമുട്ടായി നടക്കാൻ. ട്രക്കിംഗ് ഷൂ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നല്ല ഈസി ആയിട്ട് നടന്നു പോകാൻ പറ്റും. എന്നാലും നമ്മളെ കയ്യിൽ ഒരു വടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ട്രക്ക് ചെയ്ത് പോകാൻ പറ്റും. ഈ സൈഡിലൊക്കെ കാണുന്നത് ഫുള്ളും മരങ്ങളാണ്, പലതരം കാട്ടുമരങ്ങളുണ്ട്. പിന്നെ കുറേ ബേർഡ്സിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ അരുവിയൊക്കെ കണ്ട് അവിടുന്ന് കാലൊക്കെ ജസ്റ്റ് ഒന്ന് കഴുകി. വെള്ളം നല്ല തണുപ്പുണ്ടായിരുന്നു, പാറൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളമായതുകൊണ്ട്. നമ്മളെ കൂടെ നമ്മളെ 2 അനിയന്മാരും ഉണ്ട്, പെങ്ങളും ഉണ്ട്. വൈഫായിട്ടാണ് നമ്മളിങ്ങനെ ട്രക്കിങ് ചെയ്യുന്നത്. ആ വ്യൂ പോയിൻ്റ് ഒന്ന് കാണണം, മറ്റേ പൈതൽമല ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഞാനിവിടെ പോയിട്ട് കുറേ വർഷമായി ഞാൻ ഈ പൈതൽമല കയറിയിട്ടാണ്. ഒരു ഏകദേശം 10 വർഷത്തിന് മുകളിലായി ഞാൻ ഈ പൈതൽമല കയറുന്നത്. നമ്മളിപ്പോൾ ഇനി ട്രക്കിങ് ചെയ്ത് എത്തിക്കൊണ്ടിരിക്കുന്നത് വ്യൂ പോയിൻ്റിലാണ്. ഇനി ഇവിടുന്ന് കയറിയൊക്കെ നമ്മൾ മറ്റേ ആകാശം കാണാൻ പറ്റും, കുറേ മലകളും കാണാൻ പറ്റും. ഈ ഇങ്ങനെ കയറി വരുന്ന ഒരു രസമുണ്ടല്ലോ, ഭയങ്കര മനസ്സിനൊരു ആശ്വാസം കിട്ടുന്ന പോലെ. ഇനി നല്ല വ്യൂ കാണാമല്ലോ, നല്ല വ്യൂ പോയിൻ്റ് കാണാമല്ലോ എന്ന് വെച്ചിട്ട് ഇവിടെ കയറി. ഇവിടെ ഈ ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ വ്യൂ ഉണ്ടല്ലോ, ഭയങ്കര രസമായിരുന്നു. പക്ഷെ അത്രയില്ല ഹൈറ്റിലേ ഉള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ വീഡിയോയിൽ ഇങ്ങനെ എത്ര വിസിബിളാണെന്ന് പറയാനില്ല, പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ വേറൊരു രസമായിരുന്നു. നമുക്ക് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു വ്യൂ ആയിരുന്നു. പക്ഷെ നമ്മൾ കയറിയ ദിവസം അത്ര കോട ഉണ്ടായിട്ടില്ല, നല്ല വെയിലായിരുന്നു. കൂളിംഗ് ഗ്ലാസ് ഇല്ലാണ്ട് ഒന്നും കാണില്ല, നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കൂളിംഗ് ഗ്ലാസ് ഉണ്ടെങ്കിൽ നല്ല വ്യൂ കറക്റ്റ് കാണാൻ പറ്റും. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നടന്ന് ഇനിയും വ്യൂ പോയിന്റിലേക്ക് എത്തണം. അവിടത്തേക്കും കുറച്ച് നടക്കാനുണ്ട്. അവിടെ വഴിയെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഫുള്ളും പാറ കഷ്ണം ഇതൊക്കെ. മഴക്കാലം വരുമ്പോൾ കുറച്ച് ചളിയായിരിക്കും. നമ്മൾ വന്ന വഴിയാണ് കാണുന്നത്. ഇനി ഇങ്ങനെ നടന്ന് ആ വ്യൂ പോയിന്റിൽ എത്തണം. അവിടത്തേക്ക് കുറച്ച് ഇറങ്ങി പോകാനുണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ ട്രക്കിങ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി ആയതുകൊണ്ട് നമുക്കിങ്ങനെ നടന്ന് പോകാൻ. ആ ലെഫ്റ്റ് സൈഡിൽ ഞാൻ സൂം ചെയ്തെടുക്കാൻ വിട്ടുപോയി. ആ കാണുന്നത് ചെറിയൊരു തടാകം പോലത്തെ ആണ്. ഈ വൈൽഡ് ആനിമൽസിനും ബേർഡ്സിനൊക്കെ വെള്ളം കുടിക്കാൻ നല്ല വെള്ളമായിരുന്നു. പിന്നെ ഈ വഴി കുറച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒക്കെ ചെറിയ ഉള്ളക്കെല്ലാം ഉണ്ട്. കുറച്ച് പ്രായമായ ആൾക്കാർക്കൊക്കെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്ന് വെച്ചാൽ ട്രക്കിങ് അങ്ങനെ
കുറച്ച് ടഫാണ് ട്രക്കിങ്. ചില ഏരിയയിൽ നമ്മളിങ്ങനെ പിടിച്ച് വേണം ഇറങ്ങി നടക്കാൻ. ഒരു നമ്മളിപ്പോൾ കയറി വന്നതിന് അടുത്തുനിന്ന് ഒരു മല പോലെ ഇറങ്ങാനുണ്ട്. അത് ആ കാണുന്ന അങ്ങ് ദൂരമില്ല, അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇറങ്ങാൻ വേണ്ടിക്ക്. പിന്നെ ഇത് സ്ട്രൈറ്റ് വഴിയാണ്, അത് കുഴപ്പമില്ല. അവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല. നമുക്ക് റൈറ്റ് സൈഡിൽ നമുക്ക് കയറിക്കഴിഞ്ഞാൽ നമ്മളെ ലെഫ്റ്റ് സൈഡിൽ ഫുള്ളും കർണാടക ബോർഡറാണ്. കർണാടക കൂർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളെ റൈറ്റ് സൈഡ് കാണുന്നത് നമ്മളെ തളിപ്പറമ്പ്, പിന്നെ ഏഴിമല, പിന്നെ അറേബ്യൻ സീ ഒക്കെ കാണാൻ പറ്റും. ഡെഡ് എൻഡിൽ ഒരു ലൈൻ പോലെ കാണുന്നത് അറേബ്യൻ സീ ആണ്. നമ്മളെ നാട്ടിൽ ഫുള്ളും നല്ല വെയിലും മേഘങ്ങളാണ്. പക്ഷേ കർണാടക ഭാഗത്ത് ഫുള്ളും മഴക്കാറ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. ഫുള്ളും നല്ല മഴക്കാറും കാർമേഘമായിരുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മൾ കണ്ണൂർ എയർപോർട്ട് ഇവിടുന്ന് കാണാൻ പറ്റും. ചെറുങ്ങനെ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ആ കാണുന്നതാണ് റൺവേയും കണ്ണൂർ എയർപോർട്ട് ടെർമിനലും. നല്ല ദൂരത്താണ്. ഫോണിൽ സൂം ചെയ്തിട്ടും ഇത്ര ആയിട്ട് നമുക്ക് ക്ലിയർ ഇല്ലും. പിന്നെ നല്ല SLR ക്യാമറ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി വ്യൂ കിട്ടും. ഒരുമാതിരി മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ്, അതുകൊണ്ട് അത്ര ക്ലിയർ കിട്ടുന്നുണ്ടായില്ല. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഒരു രക്ഷയല്ല. ഈ കാണുന്നത് കണ്ട നമ്മളെ സീ സൈഡിലെ ഏരിയയാണ്. തളിപ്പറമ്പ്, ഏഴിമല, കണ്ണൂർ, വളവട്ടണം പാലമൊക്കെ കാണാൻ പറ്റി, കുപ്പം കാണാൻ പറ്റി, പിന്നെ എൻ്റെ നാട് കാണാൻ പറ്റി. കുറേ ഏരിയ കണ്ണൂർ ടൗൺ കാണുന്നുണ്ടായിന്. പിന്നെ ഇതിൻ്റെ നമ്മൾ റൈറ്റ് സൈഡ് കാണുന്ന ഇപ്പോൾ കാണുമ്പോൾ റൈറ്റ് സൈഡിൽ ഫുള്ള് കർണാടകയാണ്. ആ മലേൻ്റെ അപ്പുറത്ത് പിന്നെ കർണാടക ഫോറസ്റ്റ് ബോർഡറായി. അവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ഫോറസ്റ്റ്. അപ്പോൾ അവിടെ നിന്നും ആനിമൽസ് രാത്രിയാകുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ആനിമൽസ് വരും, രാവിലെ ആകുമ്പോൾ ആനിമൽസ് വരും എന്നാണ് ഇവർ പറഞ്ഞത്. അവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉണ്ട്. അവരാണ് ആദ്യം ഫസ്റ്റ് വരിക. എന്നിട്ട് ആനിമൽസ് ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ അവിടെ നിന്ന് നമ്മളെ ടൂറിസ്റ്റിനെ ഇങ്ങോട്ടേക്ക് കടത്തി വിടും. എന്നുവെച്ചാൽ നമ്മളെ സുരക്ഷയാണ് ഇവർ മെയിൻ നോക്കുന്നത്. നമ്മളങ്ങനെ അത്രയും ദൂരത്തുനിന്ന് നമ്മൾ നടന്നു വന്നത്. ആ കുറേ കാട് പോലെ കിടക്കുന്നില്ലേ, അവിടെ നിന്നാണ് ഇങ്ങനെ ഇറങ്ങി വന്നത്. കുറേ ആൾക്കാർ അവിടെ വരെ വന്ന് പിന്നെ ഇങ്ങോട്ട് ട്രക്കിങ് ചെയ്തില്ല. ഞാനിപ്പോൾ കാണിച്ച ഏരിയയാണ് കുറച്ച് ടഫ് എന്ന് പറയുന്നത്. ആ ഒരു വലിയൊരു കുന്നാണ്. ഇങ്ങനെ നമുക്ക് കുറച്ച് ടാസ്ക്കാണ് ഇറങ്ങി വരാൻ. പക്ഷെ നല്ലൊരു വഴിക്കല്ല, ഫുള്ളും പാറ കഷ്ണങ്ങളൊക്കെ ആയിരുന്നു. കുത്തനെയിൽ ഇറക്കുകയാണ്. ഇതാണ് ഈ പൈതൽമല ടോപ്പ് വ്യൂ പോയിൻ്റ്. ഈ വ്യൂ പോയിൻ്റ് എന്നാണ് നമ്മൾ ഈ കാണുന്നത്. കുറേ മലകളും മേഘങ്ങളും. നല്ല വ്യൂ അടിപൊളിയായിരുന്നു. പക്ഷേ നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഈ മുകളിൽ കയറിയപ്പോൾ അവിടെ ഒരുമാതിരി എന്തോ ഒരു ടൈപ്പ് ഈച്ച ഉണ്ടായിരുന്നു. അത് വല്ലാണ്ട് ഇങ്ങനെ നമ്മളെ മേത്തേക്ക് തന്നെ വരുന്നു, നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്നു. പിന്നെ അവിടുത്തെ നല്ല താഴത്തെ സെക്ടറിലേക്ക് ഇറങ്ങി വന്നു. അവിടെ അത്ര പ്രശ്നം ഉണ്ടായിട്ടില്ല, എന്നാലും ഈച്ച പിന്നെയും ബാക്കിലേ വരുന്നുണ്ടായിരുന്നു. ഇവിടെ നല്ല വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല, നല്ല കിടിലൻ വ്യൂ ആണ്. നിങ്ങളെന്നെ കണ്ടു നോക്ക് ഈ പൈതൽമല നല്ല വ്യൂ.
അത് എൻ്റെ അനിയനായിരുന്നു. അവന് ഫുള്ളും ട്രക്കിങ്ങിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ്. നമ്മൾ ഈ ഓരോ പുല്ലും തൊട്ടിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ നല്ല എന്താ പറയുക, നമ്മളൊരു വേറൊരു ഫോറസ്റ്റിലേക്ക് എത്തിയ ഫീലായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ തന്നെ. നമ്മളങ്ങനെ വ്യൂ ഒക്കെ കണ്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ ഇറങ്ങാൻ വിചാരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കാണുന്നത്. ഈ ലെഫ്റ്റ് സൈഡ് നമ്മൾ നോക്കിയപ്പോൾ ഒരുപാട് കൂട്ടം വലിയ വലിയ പാറകൾ കാണുന്നത്. പിന്നെ നമ്മൾ ഇറങ്ങുന്നപ്പോൾ തന്നെ കുറേ ആളിങ്ങനെ ബാക്കിൽ ഇറങ്ങാൻ തുടങ്ങി. ഇറങ്ങാൻ അത്ര ബുദ്ധിമുട്ടുണ്ടായില്ല, അങ്ങോട്ട് കയറാനാണ് കുറച്ച് ബുദ്ധിമുട്ട്. ചില ഏരിയയിൽ ഭയങ്കര റിസ്കി ഏരിയ ആയിരുന്നു, ഒരുപാട് സ്റ്റെപ്പും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം നമ്മൾ കയറി എൻട്രൻസിലേക്ക് എത്തി. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എത്ര ബോട്ടിൽ കൊണ്ടുപോകുന്നത് അത് ഇവിടെ നമ്മൾ ടിക്കറ്റിൽ എഴുതി വെക്കുമായിരുന്നു. അവർ എഴുതി എത്ര വാട്ടർ ബോട്ടിലൊക്കെ കൊണ്ടുപോകും, അതേപോലെ നമ്മൾ തിരിച്ച് കൊണ്ടുപോകുമ്പോൾ കാണിച്ചു കൊടുക്കണം. പിന്നെ നമ്മളെന്തെങ്കിലും കവർ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതും തിരിച്ച്, പ്ലാസ്റ്റിക് കവർ ഒന്നും അവിടെ കയറ്റില്ല. പിന്നെ അവിടെ നമ്മൾ വേസ്റ്റ് ബിന്നിൽ തന്നെ ഇടണം. പ്ലാസ്റ്റിക് ഒരു സാധനം മുകളിലേക്ക് കൊണ്ടുപോകില്ല.
ഈ ക്ലോത്തിൻ്റെ കവറ് അല്ലെങ്കിൽ പേപ്പറിൽ വേണം നമ്മളെ ഫുഡ് കൊണ്ടുപോകാൻ. പ്ലാസ്റ്റിക് ഒരു കാരണവശാലും അവിടുത്തെ ഓഫീസർ നമ്മളെ കയറ്റി വിടുന്നുണ്ടായിട്ടില്ല. നല്ല കാര്യമാണ് കയറ്റി വിടാൻ പാടില്ല. എന്താ വെച്ചാൽ ആൾക്കാർ അവിടെ ഇവിടെ എല്ലാം ബോട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ വൈൽഡ് ആനിമൽസിന് തന്നെയാണ് ബുദ്ധിമുട്ട്. അപ്പോൾ അവിടെ ഈ ബോട്ടിലൊക്കെ നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ വെക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോകുമ്പോൾ ഒരു പ്ലാസ്റ്റിക് കവർ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒന്നുകിൽ തിരിച്ചു കൊണ്ടുപോവുക, അല്ലെങ്കിൽ അവിടെ പ്ലാസ്റ്റിക് ഇടാനുള്ള ഏരിയ ഉണ്ട്, അവിടെ ഇടണം. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റിൻ്റെ ഫീ ഒക്കെ എഴുതിയിരിക്കുന്ന ബോർഡ്. വലിയവർക്ക് 20, കുട്ടികൾക്ക് 25 അങ്ങനെ എഴുതിയത്. അവർ പറഞ്ഞു തരും എത്ര എമൗണ്ട് എല്ലാം പറഞ്ഞത്. പിന്നെ ഗൂഗിൾ പേ മാത്രമേ എടുക്കും. ഇവിടുന്ന് നമ്മളതിന് നേരെ പോകാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ് ഏരക്കുണ്ട് വാട്ടർഫാൾസ്. അവിടെ ഒന്ന് കാണണം. അവിടെ നിന്നുള്ള കുറച്ച് വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ, ബൈ.